ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ജോർദാനിക്ക് പോവുകയാണ്. എൻ്റെ സൊഹാൻ്റെ വിസ പുതുക്കാനായിട്ടുണ്ട്. 2 വട്ടം നമ്മളിവിടെ ഓൺലൈനിൽ പുതുക്കി. 3ാമത്തെ വട്ടം നമ്മൾക്ക് ഇവിടുന്ന് ഓൺലൈനിൽ പുതുങ്ങുന്നില്ല. നമുക്ക് വേറൊരു രാജ്യത്ത് കയറി ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോണത് ജോർദാനിക്കാണ്. ഇവിടുന്ന് വൺ സൈഡ് ഒരു 1000 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പോകുന്ന വിശേഷങ്ങൾ കാണാം കേട്ടോ. ബാക്കിൽ ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സൊഹാന് കിടക്കാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പം നമുക്ക് പോകുന്ന വിശേഷങ്ങൾ കാണാം. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് ഒരു 10:45 ആയപ്പോഴായിരുന്നു. ഈ ഒരു ടൈമിന് യാത്ര ചെയ്യാൻ നല്ല സുഖം കേട്ടോ. രാവിലെ പോകുന്നതിലേറെ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ ഒരു ടൈമിന് യാത്ര ചെയ്യാനാണ്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു സൊഹാന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു 2:30 ആയപ്പോൾ യാമ്പൂല് എത്തിയത്. അവിടെ കുറച്ച് നേരം ഇറങ്ങി, കുറച്ച് നേരം നടന്ന്, കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അവിടുന്ന് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പുറപ്പെട്ടത്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു കണ്ണിനൊരു സുഖമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ആകാശത്തിനെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. ഈ സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പുള്ളൊരു ആകാശത്തിൻ്റെ ഒരു കളറും ഒരു പ്രത്യേക രസമാണ് അല്ലേ. പിന്നെ നമ്മൾ പോയ ഒരു വഴി എന്ന് പറയുന്നത് ഫുള്ള് മലകളും മരുഭൂമിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു കേട്ടോ. വേറെ പ്രത്യേകിച്ച് അവിടെ ഒരു കാഴ്ചകളും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തന്നെയായിരുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇതേ ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താനായിട്ടോ. പുതുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടായിരുന്നു പോയത്. ഏകദേശം ഒരു 12 മണിയായി അവിടെ എത്തിയപ്പോൾ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത് മധുഹൂത്തും മന്തിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. കഴിച്ചിട്ട് നമ്മൾ നേരെ പുതുക്കാനുള്ള സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ മുത്തുമണിക്ക് കയറാൻ പറ്റില്ല. മുത്തുമണിക്ക് കയറണമെങ്കിൽ തന്നെ റീ എൻട്രി അടിക്കണം. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ടാക്സിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് വലുതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടുന്ന് ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് ഓരോ ഭാഗത്തുനിന്ന് ഓരോ വീഡിയോസൊക്കെ എടുത്തത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് വന്ന കാര്യം നടന്ന് അൽഹംദുലില്ലാ നമ്മളെ വിസ പുതുങ്ങി. അങ്ങനെ നമ്മള് റീ എൻട്രി ചെയ്ത് അവിടുന്ന് നേരെ നമ്മള് പിന്നെ മുത്തോണീൻ്റെ അടുത്തേക്ക് വന്നത്. അവിടേക്ക് നമ്മള് കൊണ്ടിറക്കി തന്ന അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. ഹക്കീം ബീച്ച്
കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാക്കുകൊണ്ട് പൊലിപ്പിച്ച് പറയാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു. നല്ല ഈത്തപ്പഴമൊക്കെ നല്ല പഴുത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കാറ്റും നല്ല തെളിഞ്ഞ വെള്ളവും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. സൊഹാൻക്ക് കുറെ കളിക്കാനുള്ള സ്ഥലവും എല്ലാം കൊണ്ട് ബെസ്റ്റ് ആയിരുന്നു. അവിടെ ഞങ്ങൾ കുറെ നേരം സ്പെൻഡ് ചെയ്തു. അവിടെ കുറെ നേരം ഞങ്ങൾ കിടന്നുറങ്ങി. അതിനുശേഷം 4 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെ ഉറങ്ങിയിട്ട് അവിടെ നിന്ന് എണീറ്റത്. ആ കാണുന്ന കര ഈജിപ്താണ് കേട്ടോ. ഈ കടലിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. സഹ ഇവിടെ തകൃതിയായ മണ്ണ് കളിയിലാണ്. പിന്നെ ഞങ്ങൾ സഹാന ബീച്ചിൽ ഇറക്കിട്ടോ. അവിടെ കല്ലെടുത്തിട്ടോ വെള്ളത്തിൽ എറിഞ്ഞ് കളിക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവിടെ മീനുകളെ കാണാൻ എന്ത് ഭംഗിയെന്ന് പറയും. ഒരു വെറൈറ്റി മീനുകളൊക്കെ. കുറേ നേരം വെള്ളത്തിൽ അങ്ങനെ കളിച്ച് അവിടെ ഇരുന്ന് നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. വരുന്ന വഴിയിൽ കണ്ടൊരു കാഴ്ചയായിരുന്നു കേട്ടത്. നമ്മൾ പേപ്പർ കഷ്ണങ്ങൾ കട്ടിക്കിട്ട് വെച്ച പോലെയുള്ള മലകള്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരു ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്ത മാതിരി ഉണ്ട്. രാത്രി ഒരു 12 മണി ആയപ്പോൾ നമ്മൾ തബൂക്കിലെത്തിട്ടോ.
അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചത്. റൊമാൻസിയെ കയറിയിട്ട് മധുഹൂത്തും കപ്സിയും കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡ് നല്ല ഫേമസ് ഫുഡാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.